22 വർഷങ്ങൾക്ക് മുന്നേ, അതായത് കൃത്യമായി പറയുവാണെങ്കിൽ 2002 കാലഘട്ടത്തിൽ ലോകത്തൊരു അത്ഭുതമുണ്ടായി. അതാണ് പാം ജുമേറ എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് നാളത്തെ പേടിക്കും എക്സൈറ്റ്മെൻറ്റിന് ശേഷം 2007 കാലഘട്ടത്തിൽ, അതായത് കൃത്യമായി പറയുവാണെങ്കിൽ 17 വർഷം മുമ്പേ ആളുകൾ 4 മില്യനും 5 മില്യനും കൊടുത്ത് അതിനകത്ത് വില്ലാസ് വാങ്ങിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്ന് അതിനകത്ത് വാങ്ങിച്ചിരുന്ന ഓരോരുത്തരും ഏറ്റവും മിനിമം ലാഭത്തിൽ വെക്കുന്നത് 35 മില്യനും ഏറ്റവും മാക്സിമം 89-90 മില്യൺ വരെ വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഇത്രയും ലാഭത്തിൽ വിൽക്കുന്ന ഈ പാം ജുമേറ എന്ന് പറയുന്ന പ്രൊജക്റ്റ് അതൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ കാര്യം, ആ പരീക്ഷണം നടത്തിയ ആൾക്കാരാണ് നഖീൽ. ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തൊരു സംശയമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാനായാലും പറ്റുമോ? 3,257,212,970.389 ക്യൂബിക് ഫീറ്റ് മണ്ണ് പേർഷ്യൻ ഗൾഫിൻ്റെ അടിവാരത്തിൽ നിന്ന് കുഴിച്ചു കൊണ്ടുവന്ന് അത് സ്പ്രേ ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് പണിഞ്ഞ് അതിനകത്ത് ഇത്തരത്തിലുള്ള ബിൽഡിങ്സുകൾ പണിയണമെന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണം തന്നെയായിരുന്നു. ആ പരീക്ഷണം അവർ വിജയിച്ചു. പക്ഷേ അതിലും കുറേ കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകളെല്ലാം നികർത്തിക്കൊണ്ട് അവർ കൊണ്ടുവരുന്ന ലോകത്തിൻ്റെ 8ാമത് അത്ഭുതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ്, ദാറ്റ് ഈസ് പാം ജബൽ അലി. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിനു വേണ്ടി എന്താണ് പാം ജുമേറയും പാം ജബൽ അലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഡബിൾ സൈസ് ആയതുകൊണ്ട് മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്പൈനായിട്ട് പറയുന്ന അതിന് പറയുന്നതാണ് ട്രങ്ക്, ഈ പറയുന്ന ഓരോ ലീഫിനും പറയുന്നതാണ് ഫ്രോൺസ്, ഈ പറയുന്ന ഔട്ടർ ലെയറിന് പറയുന്നതാണ് ക്രസൻറ്റ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഔട്ട്ലുക്കുകൾ സെയിം ആണ്. ബട്ട് ഇതിൻ്റെ ഓരോന്നും ഇന്നർ ഇതിനകത്തോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാം ജുമേറയിൽ ഓരോ വില്ലാസം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 40 മീറ്റർ ആയിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷറി സ്പേസ് ഇല്ല. ബട്ട് പാം ജബൽ അലിയിൽ ഓരോ വില്ലാസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 120 മീറ്ററാണ്. ഇതിനുപരി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് പാം ജുമേറയുടെ ഇപ്പോഴത്തെ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് 22 വർഷം മുമ്പുള്ള ഓൾഡ് മോഡലാണ്. എന്നാൽ ഇപ്പോൾ പാം ജബൽ അലിയുടെ ഓരോ വില്ലാസും ഏറ്റവും ഹൈ കണ്ടംപററി ക്വാളിറ്റി വെൽ ഡിസൈനിൽ ഇന്നത്തെ മോഡലിലുള്ള ബിൽഡിങ്സ് ആണ്. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാം ജുമേറയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാം ജുമേറയ്ക്ക് ഒറ്റൊരു എൻട്രി ആൻഡ് എക്സിറ്റേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ എൻട്രി പോർഷൻ ഓഫ് ദിസ് ട്രങ്ക്. ബട്ട് പാം ജബൽ അലിയുടെ കേസ് എടുക്കുവാണെങ്കിൽ എൻട്രി 1, എൻട്രി 2, എൻട്രി 3. സോ ട്രാഫിക് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. ഇപ്പോഴും പാം ജുമേറയിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമുള്ള ട്രാഫിക്കാണ്. ആ ഒരു സംഭവം ഇത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഷാറൂഖ് ഖാൻ ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, പല ടോപ്പ് സെക്ടറിലിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, പല ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ടോപ്പ് നോച്ച് ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാവരും എന്തിനാണ് പാം ജുമേറയിലോ അല്ലെങ്കിൽ പാം ജബലിലോ ഒരു യൂണിറ്റ് സ്വന്തമാക്കാൻ നിൽക്കുന്നത്? ഈ 18 മില്യൻ്റെ വാല്യൂ ഉള്ള വില്ലാസ് ലോഞ്ച് ചെയ്ത സമയത്ത് ആൾക്കാരുടെ 2-3 ദിവസം നഖീലിൻ്റെ ഓഫീസിൻ്റെ പുറത്ത് കിടന്ന് ഇടിയൂടി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് അവർക്കൊരു യൂണിറ്റ് കിട്ടിയത്. എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും ഒരു പൈസയുടേതോ ഇതിൻ്റെ ഒന്നുമല്ല. അവർക്കൊക്കെ ഒരു 18 മില്യനോ അല്ലെങ്കിൽ ഒരു 30 മില്യനോ ഒക്കെ വലിയ സംഭവമായിട്ടാണോ? നിങ്ങൾ ഇത്രയും ചിന്തിച്ച് നോക്കിയാൽ മതി. 1000 കോടി ഉണ്ടെന്ന് പറയുന്നത് വേറെ, എനിക്ക് പാം ജബലിൽ ഒരു വില്ല ഉണ്ടെന്ന് പറയുന്നത് വേറെ. ഇത് രണ്ടും 2 എഫക്റ്റാണ്. സോ ഇറ്റ്സ് അബൌട്ട് ദ യുണീക്ക്, ഇറ്റ്സ് അബൌട്ട് ദ സിഗ്നേച്ചർ, ഇറ്റ്സ് അബൌട്ട് ദ യുണീക്നെസ്. അപ്പം ഇത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു സാധ്യതയാണ്. ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, മലയാളിയുടെ അടുത്താണ്. നിങ്ങളിൽ ഒരു മലയാളിയെങ്കിലും ഇതിനകത്ത് നെക്സ്റ്റ് ഫേസ് വരും. അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളതെന്ന് പറയുവാണെങ്കിൽ 35 മില്യനാണ് ഒരു 7 ബെഡ്റൂമിൻ്റെ വില്ലയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാം. 5 ബെഡ്റൂമോ 6 ബെഡ്റൂമോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് എ സിഗ്നേച്ചർ ഫോർ യു. സീരിയസ്ലി നിങ്ങൾ ഓരോ മലയാളിയുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇതൊരു ലോങ് ടേം ഗെയിമാണ്. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കോടികളുടെ വലിപ്പമോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ വലിപ്പമോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 1% ക്ലബ് ഇൻ ദ വേൾഡ്, എക്സ്ക്ലൂസിവിറ്റി ഇൻ ദ വേൾഡ്, യുണീക്നെസ് ഇൻ ദ വേൾഡ്, സിഗ്നേച്ചർ ഇൻ ദ വേൾഡ്. അത്തരത്തിലുള്ള ആ ഒരു 1%-ൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, മാർക്ക് മൈ നെയിം, മുഹമ്മദ് നജീബ് നാസർ.